നമസ്കാരം, ഇത് ടെക് വൺ മലയാളം. നമ്മൾക്ക് ഇന്നിവിടെ ഒരു റിവ്യൂ ആണ് ചെയ്യാനുള്ളത്, ഒരു പ്രോഡക്റ്റ് റിവ്യൂ. പോട്രോണിക്സ് എന്ന കമ്പനിയുടെ യോഗ് എന്ന സ്മാർട്ട് ബാൻഡാണ് നമുക്കിവിടെ റിവ്യൂ ചെയ്യാനുള്ളത്. ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ സ്മാർട്ട് ബാൻഡിന്. നമുക്ക് ഈ സ്മാർട്ട് ബാൻഡ് നമ്മുടെ ആൻഡ്രോയിഡിലും അല്ലെങ്കിൽ iOS-ലും ഒരേ സമയം സിങ്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ സിങ്ക് ചെയ്യുന്നതിലൂടെ നമ്മുടെ മൊബൈലിൽ വരുന്ന കോളുകളും അല്ലെങ്കിൽ മെസ്സേജുകളും എല്ലാം നമുക്ക് അതേ സമയം തന്നെ നമ്മുടെ ഈ സ്മാർട്ട് ബാൻഡിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. മാത്രമല്ല, നമ്മൾ നടന്ന സ്റ്റെപ്പുകൾ, നമ്മൾ എത്ര കലോറി ബേൺ ചെയ്തു, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ സ്മാർട്ട് ബാൻഡിലൂടെ അറിയാൻ സാധിക്കും. നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് പോട്രോണിക്സ് എന്ന കമ്പനിയുടെ യോഗ് എന്ന സ്മാർട്ട് ബാൻഡ്. അപ്പോൾ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു സ്മാർട്ട് ബാൻഡും കാണാം, അതിന് അടുത്തായിട്ട് ഒരു ചാർജറും കാണാം. ഈ ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്യുകയാണെങ്കിൽ നോർമൽ യൂസിൽ ഏകദേശം 10 ദിവസത്തേക്ക് ചാർജ് നിൽക്കും. അപ്പോൾ വളരെ നല്ലൊരു ബാറ്ററി ബാക്കപ്പ് ആണ് ഇത് നൽകുന്നത്. ഇത് ചാർജ് ചെയ്യാനായി നമ്മൾ പ്രത്യേകിച്ച് വേറൊരു അഡാപ്റ്റർ ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സാധാരണ മൊബൈൽ അഡാപ്റ്ററിലോ അല്ലെങ്കിൽ പവർ ബാങ്കിലോ ഒക്കെ കണക്ട് ചെയ്ത് നമുക്ക് ഈ സ്മാർട്ട് ബാൻഡ് ചാർജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് യോഗ് സ്മാർട്ട് ബാൻഡ്. ഇത് ഞാൻ കുറച്ച് ദിവസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് നല്ലൊരു ബാറ്ററി ബാക്കപ്പ് ആണ് നൽകുന്നത്. വേറെ യാതൊരു പ്രശ്നവുമില്ല. ഇതിന്റെ ബിൽഡ് ഇൻ ക്വാളിറ്റി വളരെ നല്ലതാണ്. കാരണം ഞാൻ ഉപയോഗിച്ച് നോക്കിയപ്പോൾ വളരെ സോഫ്റ്റും ഫ്ലെക്സിബിളുമാണ് ഇതിന്റെ സ്ട്രാപ്പ് എന്ന് പറയുന്നത്. മാത്രമല്ല, ഈ വാച്ച് ഒരു വാട്ടർ റെസിസ്റ്റന്റും കൂടിയാണ്. അത് നമുക്കിത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കാണാം, അതിന്റെ താഴെയായിട്ട് ഒരു ചാർജ് ചെയ്യാനുള്ളൊരു സോക്കറ്റ് പോലെ അവിടെ കാണാം. നമുക്കത് അവിടെ നമ്മുടെ ചാർജർ കണക്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ്. ഇതാണ് ചാർജർ. ഈ ചാർജറിന്റെ ഈ പിന്ന് നമുക്ക് അതിന്റെ പുറകിലായിട്ട് കണക്ട് ചെയ്യാനുള്ളൊരു സ്പേസ് ആണ് അവിടെ നൽകിയിരിക്കുന്നത്. ഈ സ്മാർട്ട് ബാൻഡിൽ ആകെ ഒരു സ്വിച്ച് മാത്രമേ ഉള്ളൂ. ഈ സ്വിച്ചിൽ പ്രസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ സ്മാർട്ട് ബാൻഡിന്റെ ബാക്കി എല്ലാ ഫംഗ്ഷൻസും കൺട്രോൾ ചെയ്യുന്നത്. സ്വിച്ചിൽ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ടൈമും പിന്നീടുള്ള ഡേറ്റും ബാറ്ററി കപ്പാസിറ്റിയും ചാർജും എത്ര ഉണ്ടെന്ന് കാണിക്കും. വീണ്ടും നമ്മൾ ഒരു വട്ടം കൂടി പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ എത്ര സ്റ്റെപ്പ് നടന്നു എന്നുള്ളത് അവിടെ കാണിക്കും. വീണ്ടും ഒരു വട്ടം കൂടി പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ എത്ര കിലോമീറ്റർ നടന്നു എന്നുള്ളതും, വീണ്ടും പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ എത്ര കലോറി ബേൺ ചെയ്തു എന്നുള്ളതും അവിടെ കാണിക്കും. പിന്നീട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പഴയതുപോലെ ഹോമിലേക്കായിരിക്കും വരുന്നത്. നമുക്ക് ഈ സ്മാർട്ട് ബാൻഡ് നമ്മുടെ മൊബൈലുമായിട്ട് കണക്ട് ചെയ്യാൻ ആൻഡ്രോയിഡ് പ്ലേ സ്റ്റോറിൽ നിന്നും ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. യോഗ് സ്മാർട്ട് ബാൻഡിന്റെ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ബ്ലൂടൂത്ത് വഴി ഈ സ്മാർട്ട് ബാൻഡും നമ്മുടെ ഫോണും കൂടി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫോണിൽ വരുന്ന കോൾസും മെസ്സേജും എല്ലാം ഇവിടെ സിങ്ക് ആയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഞാൻ വേറൊരു ഫോണിൽ നിന്ന് ഞാൻ കണക്ട് ചെയ്തിരിക്കുന്ന ഫോണിലേക്ക് ഒരു മെസ്സേജ് അയച്ചു. മെസ്സേജ് അയച്ചപ്പോൾ അത് റീഡ് ചെയ്യാനും നമുക്ക് സാധിക്കും. ഇനി നമ്മൾ ഒരു കോൾ ചെയ്ത് കഴിഞ്ഞാലും ആ കോള് നമുക്കിവിടെ അന്നേരം തന്നെ കാണിക്കുമെങ്കിലും നമുക്കൊരു നോട്ടിഫിക്കേഷനായിട്ട് വരികയും ചെയ്യും. അതൊരു മിസ് കോൾ ആണെങ്കിൽ ഒരു നോട്ടിഫിക്കേഷനായിട്ട് അത് അവിടെ വന്ന് കിടക്കും. നമുക്ക് ഫോൺ എടുത്ത് എപ്പോഴും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് കയ്യിൽ ഈ സ്മാർട്ട് ബാൻഡ് കിട്ടിക്കൊണ്ട് തന്നെ നമുക്ക് ഈ സ്വിച്ചിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ആ നോട്ടിഫിക്കേഷൻ അവിടെ കാണിക്കും. ഇനി നമുക്കിത് എങ്ങനെയാണ് ചാർജ് ചെയ്ത് നോക്കാം. ചാർജ് ചെയ്യാൻ ഞാനിപ്പോൾ ഒരു പവർ ബാങ്ക് ആണ് യൂസ് ചെയ്യുന്നത്. സ്മാർട്ട് ബാൻഡിന്റെ പുറകിൽ കാണുന്ന ഈ സോക്കറ്റിൽ നമ്മൾ അതിനോടൊപ്പം നൽകിയിരിക്കുന്ന ചാർജർ ആദ്യം കണക്ട് ചെയ്യണം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചാർജ് ആവുന്നതായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ ഈ സ്മാർട്ട് ബാൻഡും മൊബൈലും കൂടി ഒരുമിച്ച് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ, ഒരുമിച്ച് സിങ്ക് ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, ആരെങ്കിലും നിങ്ങളുടെ മൊബൈൽ ഈ സ്മാർട്ട് ബാൻഡിന്റെ അടുത്ത് നിന്ന് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ ലഭിക്കും ആ സ്മാർട്ട് ബാൻഡിലേക്ക്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ മൊബൈൽ ആരെങ്കിലും മോഷ്ടിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് അറിയാൻ സാധിക്കും. ഇനി ഇതിന്റെ പോരായ്മയെ പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ ഇതിനകത്ത് സ്റ്റെപ്പ് കൗണ്ട് കാണിക്കുമെന്ന്. പക്ഷേ അത് അത്ര കറക്റ്റ് ആയിട്ടുള്ളതല്ല കാണിക്കുക. നമ്മളിത് വെറുതെ കയ്യിൽ കെട്ടിക്കൊണ്ട് ഒന്ന് ഷെയ്ക്ക് ചെയ്താൽ പോലും അതൊരു സ്റ്റെപ്പ് കൗണ്ട് ആയിട്ട് കൗണ്ട് ചെയ്യും. എനിക്ക് ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ കുറച്ച് മോശമായിട്ട് തോന്നിയത്. ബാക്കിയെല്ലാം അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് വളരെ നല്ലൊരു സ്മാർട്ട് ബാൻഡ് തന്നെയാണ്. 1500 രൂപയാണ് ഇതിന്റെ ആമസോണിലെ വില. അപ്പോൾ നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം.
ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റി ഒക്കെ വളരെ നല്ലതാണ്. 10 ദിവസത്തേക്ക് ഇതിന്റെ ചാർജ് ചെയ്യും. സോ ബാറ്ററി കപ്പാസിറ്റിയിലൊക്കെ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. വളരെ നല്ലൊരു ഡിസ്പ്ലേ ആണ് ഇതിനോടൊപ്പം നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഇത് വാട്ടർ റെസിസ്റ്റന്റുമാണ്. സ്റ്റെപ്പ് കൗണ്ട് ചെയ്യുന്നതിൽ ഒരു പോരായ്മ വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു കാര്യം എനിക്ക് ഒരു പോരായ്മയായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക. മാത്രമല്ല നമ്മുടെ ടെക് വൺ മലയാളം യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ അൺബോക്സിങ്ങും റിവ്യൂസും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനിയും വരുന്നുണ്ട്. സോ അതൊക്കെ മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.